വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? സുഖം? എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഗൈസ്? കുറച്ച് ഒരു 2-3 months ആയി കാണില്ല നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട്. അതിനുശേഷം ഞാൻ നല്ല തിരക്കായി. പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ജിമ്മിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് റെസ്റ്റിലായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പം എല്ലാം ടോട്ടലി ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ ഗൈസ്? ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മൈ നെയിം ഈസ് അൻസ ആൻഡ് ഐ ആം എ സൈക്കോളജിസ്റ്റ്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. സജഷൻസ് ഞാൻ സ്വീകരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുറേ ആയില്ലേ വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാനൊരു മൂഡ് എഴുന്നേറ്റപ്പോൾ ഞാൻ ഓർത്തിന്ന് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് എനിക്ക് പെട്ടെന്ന് ആലോചിച്ചിട്ടൊരു ടോപ്പിക്ക് കിട്ടുന്നില്ല. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്സിൻ്റെ കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒത്തിരി ഒന്നുമല്ല, ഒരു 2-3 ലിപ് ബാം അല്ലെങ്കിൽ 2-3 ലിപ്സ്റ്റിക്ക് അങ്ങനെ ഉള്ളൂ. പക്ഷേ എന്തായാലും വീഡിയോ എടുക്കല്ലേ, അപ്പോൾ ടോപ്പിക്ക് റിലേറ്റഡ് എന്തെങ്കിലും നമുക്ക് ചെയ്യണോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ഓൾറെഡി ഞാൻ ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ലിപ് ബാമും ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഇൻസൈഡ്സിൻ്റെ ഒരു ലിപ് ക്രീമാണ് യൂസ് ചെയ്ത്. കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ്. കാരണം ഞാൻ പെട്ടെന്നൊരു റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പം അതിൻ്റെ അകത്ത് ആ പെണ്ണ് യൂസ് ചെയ്തിരിക്കുന്ന ലിപ് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. നമ്മൾ ബ്ലിങ്കിറ്റ് ഇൻസ്റ്റാമാർട്ടൊക്കെ ഇപ്പോൾ 10 minutes 50 minutes കൊണ്ട് കിട്ടുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് അത് ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇൻസൈഡ്സിൻ്റെ ലിപ് ക്രീം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ലിപ് ക്രീം. ഇൻസൈഡ്സിൻ്റെ ലിപ് ക്രീമാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് 7 ഫ്രയ 7. ഈ ഷെയ്ഡ് കുറച്ച് ഡാർക്കാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഹൈഡ്രോഫിലിംഗ് ടെക്നോളജി വിത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് മോയ്സ്ചറൈസിങ് ആണ്. പിന്നെന്താ, നയാസിനമൈഡ് ഉണ്ട്, അവക്കാഡോ ഓയിലുണ്ട്, കോക്കനട്ട് ഓയിലുണ്ട്. ലിപ്സിന് കുറച്ചും കൂടി നല്ലതാണ്. എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് പറയത്തില്ല. കാരണം എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തതിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് എല്ലാം ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് നോക്കാം, വലിയ കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നയാസിനമൈഡ് ഉണ്ട്, അവക്കാഡോ ഓയിലുണ്ട്, കോക്കനട്ട് ഓയിലുണ്ട്. വേറെ അല്ലാതെ ഒന്നുമില്ല. ഇതിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ ഇത് ഇവിടെ. അപ്പം നിങ്ങൾക്കിത് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇത് കാണിച്ചു തരാം. ആദ്യം ഞാനത് മാറ്റട്ടെ. ഇതാണ് കേസ്. ഇതിനൊരു ബ്രൗണിഷ് ഷെയ്ഡാണ്. കണ്ടോ? ഇതിനൊരു ബ്രൗണിഷ് ഷെയ്ഡാണ്. ന്യൂഡ് ഷെയ്ഡ് പോലെ യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ സൈഡിൽ ലൈറ്റ് കുറവായതുകൊണ്ടാണ് കുറച്ചും കൂടി നോക്കിയാൽ ഒരു ബ്രൗൺ ഷെയ്ഡാണുള്ളത്. ഇതാണ് ഇൻസൈഡ്സിൻ്റെ ലിപ് ക്രീം. ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഓരോ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഇതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് പറയാനുള്ളത്, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ലിപ് ബാം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ലിപ്പ് സോഫ്റ്റ് ആവുമല്ലോ. പക്ഷെ ഞാനിപ്പോൾ കണ്ടിന്യൂസ് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലിപ് ബാമാണ്. ഹൈഫൻ്റെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനൊരു പിങ്കിഷ് കളർ ഉണ്ട്, പക്ഷെ നമുക്കിത് കുറേ നേരം ലാസ്റ്റ് ചെയ്യത്തില്ല. നല്ലൊരു ലിക്വിഡി ടെക്സ്ചർ ആയതുകൊണ്ട് ലിപ്പ് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇപ്പം ഇതിൻ്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്താലും ഈ ലിപ് ക്രീം യൂസ് ചെയ്താൽ ഉറപ്പായിട്ട് ഇത് റിമൂവ് ആയി പോകും. കാരണം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലിപ് ക്രീം അല്ല. പിന്നെ നമുക്ക് ജസ്റ്റ് പുറത്ത് പോകാൻ നേരത്ത് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇത് കൈകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും കയ്യിലുണ്ടല്ലോ. അപ്പോൾ കൈകൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്കിത് പോകുന്നതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് ഏതാന്ന് വെച്ചാൽ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ കാണിച്ചു തരാം. ഷെയ്ഡ് 202 202 പീച്ചസ് ആൻഡ് ക്രീം എന്നും പറഞ്ഞുള്ളൊരു ഷെയ്ഡാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ഒരു
ഷെയ്ഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് റോസ് കളറിലാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, പോയിട്ടുണ്ട്. ഈ ഒരു ചെറിയ പിങ്ക് കളറില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതിനൊരു ചെറിയ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്. ഇതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നെക്സ്റ്റ് വരുന്നത് മാഴ്സിൻ്റെ ആണ്. മാഴ്സിൻ്റെ നോൺ ട്രാൻസ്ഫർ ലിപ്സ്റ്റിക്കാണ് ഇത്. ഇതും ഞാൻ വീഡിയോ കണ്ടിട്ട് വാങ്ങിയതാണ്. ഇത് കൊള്ളാം. ഇതും ഒരു ജസ്റ്റ് ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത്. ഇത് ഞാൻ കാണിച്ചത് കുറച്ചൊരു ഡ്രൈ പോലെയാണ്. കണ്ടോ ഗൈസ്? ഈ ഒരു ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. ഇത് 17 ആണ് ഗൈസ് കേട്ടോ. ഷെയ്ഡ് 17 ആണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ ഗൈസ്. ഇതാണ് ഈ കളർ വരുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 500 റുപ്പീസിന് താഴെ വരുന്ന മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ യൂസ് ചെയ്തൊരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം നെക്സ്റ്റ് വരുന്നത് മാഴ്സിൻ്റെ. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ഇതൊക്കെ പോയി. ഇവിടെ ആയിരുന്നു കാണാം ഗൈസ്. മാഴ്സിൻ്റെ ആണിത്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് 15 ആണ്. ഞാൻ ഇത് കുറേ മുമ്പ് വാങ്ങിച്ചത്, ഫസ്റ്റിലെ വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക്കാണിത്. അത് ഞാൻ കാണിച്ചത്. അത് ഭയങ്കര ഈ കളറാണ്. ഇത്ര ഡാർക്കായിട്ടുള്ള ഒരു കളറാണ്. ആക്ച്വലി ഞാനിത് കുറച്ചേ എടുത്തുള്ളൂ. നോക്ക് ഗൈസ്, നിങ്ങൾ കണ്ടോ? ഇത്രയും കളറുണ്ട് ഗൈസ് ഇതിൽ. കണ്ടോ? ഇത്രയും ഡാർക്കാണിത്. എന്ത് കളറായിരുന്നു ഇങ്ങനെ? പക്ഷെ ഈ കുറച്ച് ഡാർക്കായിട്ടുള്ള കളേഴ്സ് നമ്മൾ ഇടുമ്പോൾ സാധാരണ നമ്മുടെ ഫേസ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടിരിക്കും. മറ്റേ കളേഴ്സ് ഒന്നും അങ്ങനെ ഇരിക്കത്തില്ല, കുറച്ച് ഡള്ളായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ കളർ ഇടുമ്പോൾ കുറച്ച് അല്ലേ ഗൈസ്, ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് കുറച്ച് വെട്ടം തോന്നിക്കും അല്ലേ? ആയിരിക്കും. അപ്പോൾ അതിൻ്റെയും ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. 15 ആണ് മാഴ്സിൻ്റെ 15th ഷെയ്ഡാണ് വരുന്നത്. ഇനിയുള്ളതിന് ഷെയ്ഡ് നമ്പറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു സെയിൽ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ് ഒരു 2 months മുന്നേ. അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് വാങ്ങിച്ചു. ഇതിനൊരു 35 റുപ്പീസ് എന്തോ ഉള്ളായിരുന്നു. പക്ഷേ ഈ ഷെയ്ഡ് കൊള്ളാം. നമ്മുടെ ലിപ്പിന് അത്ര നല്ലതായിരിക്കത്തില്ല, പിഗ്മെൻറ്റഡ് ആവും. കാരണം ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. 1-2 തവണ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇത് യൂസ് ആക്കിയിട്ടില്ല. എനിക്ക് പിഗ്മെൻറ്റേഷൻ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും നമുക്കിത് ഒരു റേറ്റ് കുറവുള്ളൊരു സാധനമാണിത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി മാത്രമേ കാണത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂസ് യൂസ് ആക്കാറില്ല. ഞാനിതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മറ്റേ ആ ലിപ് ക്രീം ഇല്ല, ഞാൻ ആദ്യം കാണിച്ച ഇൻസൈറ്റ്സിൻ്റെ അതേ പോലത്തെ ഒരു ഷെയ്ഡാണ് ഇല്ലേ ഗൈസ്? എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊന്നും തോന്നുന്നില്ല. ഉണ്ടോ ഗൈസ്? അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഷെയ്ഡ്. പക്ഷെ ഇതൊരു 35 റുപ്പീസിനെന്തോ 35 റുപ്പീസാണെന്ന് തോന്നുന്നു ഉള്ളായിരുന്നു. അപ്പോൾ 2 എണ്ണമായിട്ടാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയല്ലേ തരത്തുള്ളൂ. ക്വാണ്ടിറ്റി 2 ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ. ആ സമയത്ത് വേറെ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ച ടൈമിൽ ഞാൻ ഇതും കൂടി ആഡ് ചെയ്ത് അങ്ങനെ എടുത്തു ഗൈസ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലിപ് ലൈനർ യൂസ് ചെയ്ത് ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ കളറ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാനത് ജസ്റ്റ് ആദ്യം ലിപ് ലൈനർ വെച്ച് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ വെറുതെ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലിപ് ലൈനർ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. കളർ ഞാൻ കാണിച്ചു തരാം.
ഇതാണ് ലിപ് ലൈനർ. എൻ്റെ സ്വീറ്റ്സ് ബ്യൂട്ടിയുടെ തന്നെയാണ്. ഇതിൻ്റെ ഞാൻ ലിങ്ക് താഴെ ഇടാം. ബോൾഡ് മാറ്റ് ലിപ് ലൈനർ എന്നും പറഞ്ഞു. ഇത് എന്താ ഇതൊരു റെഡ് കളറ് പോലാണ് ഇരിക്കുന്നത്. ക്യാമറയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, വെട്ടം കറക്റ്റായിട്ട് അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അറിയത്തില്ല. റെഡ് കളറാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. അപ്പം ഈ കളറ് ഞാനിങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിനെ കുറച്ചും കൂടി ഒരു ഗ്ലോയിഷ് ഫീൽ ആക്കുക. അപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ലിപ്സ് കുറച്ചും കൂടെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വരും. ഇപ്പം ഇങ്ങനെ ഇരിക്കും ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഹാക്ക്. ആ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ഈ ഒരു ലിപ് ബാമിൻ്റെ കൂടെ ആഡ് ചെയ്തിടും. അപ്പോൾ കുറച്ചും കൂടി ഒരു ഗ്ലോ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഇന്നത്തെ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ. നമ്മൾ കുറച്ച് ഷോർട്ടായിട്ട് എടുത്തതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഞാൻ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇത്രയും ദിവസം നല്ല സ്ട്രെസ്സും നല്ല തലയിങ്ങനെ പുകഞ്ഞ് ഞാൻ നടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഫ്രീ ആയത്. ഇനി മുതൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റിയിൽ നമുക്കങ്ങ് പോകാം. ഹോപ്പ് യു ഗൈസ് ഓൾ ആർ എൻജോയിങ് മൈ വീഡിയോ. വേറെ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു സൂൺ. ടാറ്റാ.